നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പുതുവർഷം ഏറ്റവും ശ്രദ്ധിക്കുന്നത് സ്കൂളിലെ അക്കാദമിക് നിലവാരത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാധാരണക്കാർക്ക് ഇക്കാലത്തും നിലകൊള്ളുന്ന പത്രമാണ് കേരള കൗമുദി എന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള അഭിപ്രായപ്പെട്ടു. കേരള കൗമുദിയുടെ 114ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. സാമൂഹിക ജീവകാരുണ്യ സംഘടനയായ നക്ഷത്രയുടെ 15ാമത് വാർഷികവും 13ാമത് വിദ്യാഭ്യാസ സമ്മേളനവും അനുമോദനവും പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ജിസലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം നടത്തി. അപൂർവ രക്ഷാധികാരി കൂടിയായ ഡോക്ടർ മരിയ ഉമ്മൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ചേരമാൻകുളങ്ങര മഹാത്മജി സ്മാരക NSS കരയോഗം നമ്പർ 1809ന്റെ ആഭിമുഖ്യത്തിൽ ഉണർവ് 2025 പരിപാടി സംഘടിപ്പിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രൊഫസർ ശ്രീകാന്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. SNDP യോഗം ബ്രാഞ്ച് നമ്പർ 3676ന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും അനുമോദന ചടങ്ങും നടത്തി. അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പുതുവർഷം ഏറ്റവും ശ്രദ്ധിക്കുന്നത് സ്കൂളിലെ അക്കാദമിക് നിലവാരത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പുതുവർഷം ഏറ്റവും ശ്രദ്ധിക്കുന്നത് സ്കൂളിലെ അക്കാദമിക് നിലവാരത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി നാം വിഭാവനം ചെയ്യുന്നത് അതിലൊന്ന് അക്കാദമിക് പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കലാണ്. ഇതിന് എല്ലാ വിഭാഗം കുട്ടികളെയും പരിഗണിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ക്ലാസ് മുറികളിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഓരോ സ്കൂളിലും അക്കാദമിക് ആസൂത്രണം നടക്കണം. ഫലപ്രദമായ ഈ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ. ഇവിടെ ഈ മാസം തന്നെ എല്ലാ വിദ്യാലയങ്ങളും ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം എന്ന് നിശ്ചയിക്കുകയും സമയപരിധി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ സംവിധാനങ്ങളെ ആകെ ഒരു കുടക്കീഴിൽ ഘടനാപരമായി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നീങ്ങുകയാണ്. മൂല്യനിർണയ രീതിയിൽ വലിയ മാറ്റമുണ്ടാകും. സ്കൂൾ സംവിധാനത്തെ ആകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണിപ്പോൾ. അറിവിന്റെ തലം വർദ്ധിപ്പിച്ച് അധ്യാപകർ പുതിയ മനോഭാവത്തിലേക്ക് എത്തിച്ചേരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പഠന നിലവാരം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളുടെ മാനസികമായ ഉന്നമനവും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കുമെന്നും എല്ലാ കാര്യങ്ങളിലും സർക്കാർ വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ 3 കോടി പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് സ്കൂളുകളിൽ എത്തിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. സംഘടക സമിതി ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA, മറ്റ് MLAമാരായ H സലാം, ദലീമ, MS അരുൺകുമാർ, അഡ്വക്കേറ്റ് U പ്രതിഭ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP സംഗീത, TV അജിത് കുമാർ, മണ്ണഞ്ചേരി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MS സന്തോഷ്, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തിലകമ്മ വാസുദേവ്, ജില്ലാ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ES ശ്രീലത, DPC സമഗ്ര ശിക്ഷ കേരളം MS വിനോദ്, PTA പ്രസിഡന്റ് VV മോഹൻദാസ്, പ്രിൻസിപ്പൽ N മഞ്ജു, ഹെഡ് മിസ്ട്രസ് M സൈനബ, വൈസ് പ്രിൻസിപ്പൽ മേരി ആഗ്നസ്, വിവിധ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
സാധാരണക്കാർക്കായി എക്കാലത്തും നിലകൊള്ളുന്ന പത്രമാണ് കേരള കൗമുദി എന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു. കേരള കൗമുദിയുടെ 114ാമത് വാർഷികാഘോഷവും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്കായി എക്കാലത്തും നിലകൊള്ളുന്ന പത്രമാണ് കേരള കൗമുദി എന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു. കേരള കൗമുദിയുടെ 114ാമത് വാർഷികാഘോഷവും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. കേരള കൗമുദി ഒരു വ്യത്യസ്തമായ പത്രമാണ്. ന്യൂസ് പേപ്പർ വിത്ത് എ ഡിഫറൻസ്. ആ ഡിഫറൻസ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം, ആ ചരിത്രത്തിൽ ഒരിക്കലും നീതിക്കെതിരായി നിലകൊള്ളില്ല. അധസ്ഥിത വിഭാഗങ്ങൾ ഉൾപ്പെടെ ആരാണോ അവരോടൊപ്പം നിൽക്കാൻ എന്നും പ്രാധാന്യം കാണിച്ചൊരു പത്രമാണ്. ആ പത്രത്തെ സംബന്ധിച്ചിടത്തോളം വിമോചന സമരത്തിൽ കേരള കൗമുദിയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. അന്നുള്ള സാധാരണ പത്രങ്ങളെല്ലാം വിമോചന സമരത്തെ പിന്തുണച്ചപ്പോൾ അതിന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. പക്ഷെ ഒരിക്കൽ പോലും കേരള കൗമുദി ആ സമരക്കാരോട് ഞങ്ങൾ ഈ ഭാഗത്താണ്, ചുറ്റോളിലായാലും എല്ലാം നോക്കി അത് കാണാൻ സാധിക്കും. പക്ഷെ വിമോചന സമരത്തിന് അനുകൂലമായുള്ള വാർത്തകൾ ഒരിക്കലും അതിനോട് വിവേചനം കാണും. കാലികമായ വിലയിരുത്തലിൽ വ്യത്യസ്തമായ പത്രമാണ് കേരള കൗമുദി. ആ വ്യത്യാസം വാർത്തകളിലും നിലപാടുകളിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. വിമോചന സമരത്തിൽ ഉൾപ്പെടെ കൗമുദിയുടെ നിലപാട് വ്യക്തമായിരുന്നുവെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. ആലപ്പുഴ ക്ലാസിക് റീജൻസി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പൊന്നാട അണിയിച്ചും കിരീടം ചൂടിയും പ്രത്യേക ഉപഹാരം നൽകിയും അനുമോദിച്ചു. കൂടാതെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെയും ഗവർണർ അനുമോദിച്ചു. അനുമോദന ചടങ്ങിനെ തുടർന്ന് കേരള കൗമുദി ജനറൽ മാനേജർ ഷിറാസ് ജലാൽ കേരള കൗമുദിയുടെ ഉപഹാരം ഗവർണർക്ക് സമ്മാനിച്ചു. കേരള കൗമുദി യൂണിറ്റ് ചീഫ് KS സന്ദീപ് ചടങ്ങിന് സ്വാഗതവും ന്യൂസ് എഡിറ്റർ MP സുനിൽ നന്ദിയും പറഞ്ഞു. അനുമോദന ചടങ്ങിനെ തുടർന്ന് പ്രമുഖ സംഗീതജ്ഞൻ ബിജു മല്ലാരിയുടെ ഫ്യൂഷനും വേദിയിൽ അരങ്ങേറി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. സാമൂഹിക ജീവകാരുണ്യ സംഘടനയായ നക്ഷത്രയുടെ 15ാമത് വാർഷികാഘോഷവും 13ാമത് വിദ്യാഭ്യാസ സമ്മേളനവും അനുമോദനവും പഠനോപകരണങ്ങളുടെ വിതരണ ചടങ്ങും നടത്തി. അമ്പലപ്പുഴ MLA സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭ സിവിൽ സ്റ്റേഷൻ വാർഡ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 15 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന സാമൂഹിക ജീവകാരുണ്യ സംഘടനയായ നക്ഷത്രയുടെ 15ാമത് വാർഷികവും 13ാമത് വിദ്യാഭ്യാസ സമ്മേളനവും അനുമോദനവും പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. ഗവൺമെന്റ് മുഹമ്മദ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. എന്ന് പറയുന്ന കുട്ടിയായി വളരാൻ കഴിയുന്ന ചുറ്റുപാടുകൾ തീർക്കേണ്ടവർ നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ വീടിന്റെ മുറ്റത്തിൽ ചെടി നട്ടാൽ ഏത് ചെടിയാണെങ്കിലും ആ ചെടിക്ക് വളരാൻ പാകമാകുന്ന ചുറ്റുപാട് മുറ്റത്തുണ്ടാക്കും നമ്മൾ, ഇല്ലേ? ഒരു മുളകിന്റെ തൈ വെച്ചാൽ, ഒരു വെണ്ടയുടെ തൈ വെച്ചാൽ, ഒരു മാവിന്റെ കുഞ്ഞു തൈ വെച്ചാൽ, ഒരു തെങ്ങിന്റെ തൈ കൊണ്ടുവന്ന് വെച്ചാൽ അതെല്ലാം വളരാൻ എന്താണോ വേണ്ടത് എന്ന് നന്നായി നമ്മൾ ചിന്തിക്കുകയും അങ്ങനെ ചിന്തിച്ചിട്ട് ആ ചെടി മനോഹരമായി ഭംഗിയായി വളരാൻ കഴിയുന്ന ചുറ്റുപാടുകൾ ആ മുറ്റത്തൊരുക്കും നമ്മൾ. അങ്ങനെ ചെയ്യും. നമുക്ക് എന്തേ, നമ്മുടെ കുട്ടി കുഞ്ഞാണ്, അവൻ ബാല്യത്തിലാണ്, അല്ലെങ്കിൽ അവൾ കൗമാരത്തിലാണ്. നക്ഷത്ര പ്രസിഡന്റ് M നൌഫൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തെ തുടർന്ന് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദ് ഗേൾസ് ഹൈസ്കൂളിനും സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിനും യൂസഫ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും നിഷാദ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും സലാം MLA സമ്മാനിച്ചു. തുടർന്ന് ഇക്കഴിഞ്ഞ സംസ്ഥാന കായിക മത്സരത്തിൽ വേഗറാണിയായി തെരഞ്ഞെടുത്ത ആലപ്പുഴക്കാരി കുമാരി R ശ്രേയയ്ക്കും മട്ടുപ്പാവ് കൃഷിയിൽ മികച്ച മാതൃക തീർക്കുന്ന കുട്ടിക്കർഷകരായ ഫരീദ ഫിറോസിനും ഫാദിയ ഫിറോസിനും നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ നക്ഷത്രയുടെ പുരസ്കാരം നൽകി ആദരിച്ചു.
ജില്ലയിലെ മികച്ച അധ്യാപകർ, ഉന്നത വിജയം നേടിയ സ്കൂളിലെ അധ്യാപകർ എന്നിവർക്കുള്ള അനുമോദനവും നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആർ വിനീത, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് റീഗോ രാജു, സിമി ഷാഫി ഖാൻ, നക്ഷത്ര മുഖ്യരക്ഷാധികാരി NE സിറാജുദ്ദീൻ ഫൈസി, ഭാരവാഹികളായ ആർ മുഹമ്മദ് റാഫി, എ സുധീർ, ഷാഫി ഖാൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി എ മൻസൂർ ഖാൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം നടത്തി. അപൂർവ രക്ഷാധികാരി കൂടിയായ ഡോക്ടർ മരിയ ഉമ്മൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക ജീവകാരുണ്യ സംഘടനയായ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധന വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണ വിതരണ ചടങ്ങ് നടത്തി. ആലപ്പുഴ സെക്രിയ ബസാർ കച്ചിമേമൻ ഹാളിൽ സംഘടിപ്പിച്ച പഠനോപകരണ വിതരണ ചടങ്ങ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളും അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരിയുമായ ഡോക്ടർ മരിയ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ അറിവ് നേടാൻ വേണ്ടിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഈ അറിവ് നേടി എല്ലാവരും അറിവ് നേടുന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. അറിവ് നേടി വലിയ ആളായി നല്ല ജോലി കിട്ടി, അപ്പനെയും അമ്മയും നോക്കണം, വീട്ടിൽ ഫാമിലി വേണം, എല്ലാം നന്നായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും പഠിക്കുന്നത്. നിങ്ങളെ പഠിപ്പിക്കുന്ന പേരൻസിൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. നിങ്ങൾ അറിവ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയാണ്, കുറേ ഡേറ്റയുടെ സമാഹാരം, ഒരു കൂട്ടമാണ് അറിവ്. ആ അറിവ് നേടിയാണ് നാം എല്ലാം, ഏറ്റവും വലിയ ശക്തി അറിവാണ്. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ഹസീന നൌഷാദ് സ്വാഗതം പറഞ്ഞ ഉദ്ഘാടന യോഗത്തിൽ ഉപാധ്യക്ഷ ലൂസി ജോഷി അധ്യക്ഷത വഹിച്ചു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി കമാലം മാക്കിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സിവിൽ സ്റ്റേഷൻ വാർഡ് കൗൺസിലർ സിമി ഷാഫി ഖാൻ, അപൂർവ കോർഡിനേറ്റർ AM ഷിറാസ് എന്നിവർ സംസാരിച്ചു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി ഹസീന ചടങ്ങിന് നന്ദി പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ആലപ്പുഴ നഗരസഭയുടെ കീഴിലെ വിവിധ പ്രദേശങ്ങളിലെ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. ആലപ്പുഴ ചേരമാൻകുളങ്ങര മഹാത്മജി സ്മാരക NSS കരയോഗം നമ്പർ 1809 ആഭിമുഖ്യത്തിൽ ഉണർവ് 2025 പരിപാടി നടത്തി. വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രൊഫസർ S ശ്രീകാന്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ചേരമാൻകുളങ്ങര മഹാത്മജി സ്മാരക NSS കരയോഗം നമ്പർ 1809 ആഭിമുഖ്യത്തിൽ ഉണർവ് 2025 പരിപാടി നടത്തി. കരയോഗ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കരയോഗത്തിലെ സമുദായാംഗങ്ങളിലെ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസും നടത്തി. വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രൊഫസർ S ശ്രീകാന്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിവിടെ ഇരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്, അതായത് നമ്മളുടെ പൂർവികർ നായകരായിരുന്നു. ആ ഒരു നായകർ എന്നുള്ള വാക്ക് നിങ്ങളുടെ ആത്മാവിൽ തന്നെ ഉണ്ടാവണം. അഭിമാനത്തോടുകൂടി, ഒരിക്കലും അഹങ്കാരത്തോടു കൂടിയല്ല, അഭിമാനത്തോടുകൂടി. അത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തിന്റെ ഒരു സ്രോതസ്സായിരിക്കണമെന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അത് അഹങ്കാരത്തോടെ ആവരുതെന്ന് ഞാൻ പറഞ്ഞതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പതനത്തിന്റെ ഏറ്റവും വലിയ കാര്യം ആ ഒരു അഹങ്കാരമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ ഒരു അഹങ്കാരത്തോടു കൂടി കാണരുത്. അതൊരു ആത്മവിശ്വാസത്തിന് ഉള്ള ഒരു സ്രോതസ്സായി മാത്രമേ അതിനെ കാണാൻ പാടുള്ളൂ. കരയോഗം പ്രസിഡന്റ് K ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ഡോക്ടർ അശോക് ക്യാഷ് അവാർഡ് വിതരണം നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കൃഷ്ണേശ്വരി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കരയോഗം സെക്രട്ടറി R രാജേന്ദ്രകുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ S വാസുദേവൻ നായർ, ശശിധരൻ നായർ, കൃഷ്ണൻകുട്ടി, ഭരതൻ നായർ എന്നിവർ സംസാരിച്ചു. SNDP യോഗം ബ്രാഞ്ച് നമ്പർ 3676 ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും അനുമോദന ചടങ്ങും പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി. അമ്പലപ്പുഴ SNDP യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. SNDP യോഗം ബ്രാഞ്ച് നമ്പർ 3676 ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും അനുമോദന ചടങ്ങും പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി. വാടക്കൽ SNDP യോഗം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. 1968 ലോകത്തെ ഏതാണ്ട് 303 മില്യൺ കുട്ടികളാണ് അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്, ലോകത്താകമാനം. അതിൽ അമേരിക്കയിൽ 18 ലക്ഷത്തോളം. ഈ 18 മില്യൺ, ആ 18 മില്യണിൽ സിയാറ്റിൽ എന്ന് പറയുന്ന പ്രദേശത്ത്, ഈ സിയാറ്റിൽ ബോയിങ് വിമാനം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അമേരിക്കയിൽ. അവിടെ 1 ലക്ഷം കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 1 ലക്ഷം കുട്ടികളിൽ 300 കുട്ടികളിലാണ് അവിടുത്തെ ലേക്ക് സൈഡ് സ്കൂളിൽ പഠിച്ചിരുന്നത്.
ബിൽഗേറ്റ്സ് പിൽക്കാലത്ത് പറഞ്ഞു ലേക്ക് സൈഡ് സ്കൂളിൽ പഠിക്കാതിരുന്നെങ്കിൽ ഞാനൊന്നും ആകില്ല. അവിടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പൈലറ്റായിരുന്ന ബിൽ ഡൗഗിൾ യുദ്ധാനന്തരം അദ്ദേഹം അവിടുത്തെ ഒരു അധ്യാപകനായി വരികയും ശാഖായോഗം പ്രസിഡന്റ് പി ധർമ്മരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം അമ്പലപ്പുഴ യൂണിയൻ ഉപാധ്യക്ഷൻ ബി രഘുനാഥ് പഠനോപകരണ വിതരണം നടത്തി. യൂണിയൻ കൗൺസിലർ VR വിദ്യാധരൻ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും പെൻഷനേഴ്സ് കൗൺസിൽ സെക്രട്ടറി P അജിത് +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും അനുമോദിച്ചു. PK സോമൻ, PR ശശീന്ദ്രൻ, കിരൺ സന്തോഷ്, റോഷ്ന പ്രസാദ്, മറ്റു ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ശാഖായോഗം സെക്രട്ടറി PK അജികുമാർ ചടങ്ങിന് സ്വാഗതവും ശാഖാ ഉപാധ്യക്ഷൻ KS രാജീവൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പുതുവർഷം ഏറ്റവും ശ്രദ്ധിക്കുന്നത് സ്കൂളിലെ അക്കാദമിക് നിലവാരത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാധാരണക്കാർക്ക് ഇക്കാലത്തും നിലകൊള്ളുന്ന പത്രമാണ് കേരള കൗമുദി എന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള അഭിപ്രായപ്പെട്ടു. കേരള കൗമുദിയുടെ 114ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. സാമൂഹിക ജീവകാരുണ്യ സംഘടനയായ നക്ഷത്രയുടെ 15ാമത് വാർഷികവും 13ാമത് വിദ്യാഭ്യാസ സമ്മേളനവും അനുമോദനവും പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA ജിസലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം നടത്തി. അപൂർവ രക്ഷാധികാരി കൂടിയായ ഡോക്ടർ മരിയ ഉമ്മൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ചേരമാൻകുളങ്ങര മഹാത്മജി സ്മാരക NSS കരയോഗം നമ്പർ 1809ന്റെ ആഭിമുഖ്യത്തിൽ ഉണർവ് 2025 പരിപാടി സംഘടിപ്പിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രൊഫസർ S ശ്രീകാന്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. SNDP യോഗം ബ്രാഞ്ച് നമ്പർ 3676ന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും അനുമോദന ചടങ്ങും നടത്തി. അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.